ഇവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ളത്. നമുക്ക് മുസ്ലിങ്ങളായി ജീവിക്കാൻ കഴിയുന്നില്ല. ഇസ്ലാമിന്റെ മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇസ്ലാമിന്റെ സംസ്കാരത്തിന് നമ്മൾ വില കൽപ്പിക്കുന്നില്ല. നമ്മളുടെ ആഘോഷങ്ങൾ വരുമ്പോ പള്ളിയുടെ പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, ആര് തന്നെയാകട്ടെ, ഞാൻ പറഞ്ഞതുപോലെ ഖതീബുമാരുടെ വീടുകളാകട്ടെ, തങ്ങന്മാരുടെ വീടുകളാകട്ടെ, ഇസ്ലാമിന്റെ ആളുകളെന്ന് പറയുന്നവർ പോലും ഇസ്ലാമിന്റെ ഉയർന്ന മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഇതിന് ഏറ്റവും വലിയ കാരണക്കാർ ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങളാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഖതീബ് ഉസ്താദ് പറഞ്ഞത്. അപ്പോ അദ്ദേഹം ഇത്ര കാലം പ്രസംഗിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ നടന്നു എന്ന് ഭാര്യയോട് പറയുമ്പോ ഭാര്യക്ക് സങ്കടം ഉണ്ടായത് എന്താ? നിങ്ങൾ അങ്ങനൊക്കെ കണ്ണില് ചോരയില്ലാതെ പറഞ്ഞാൽ എങ്ങനെ? കുറച്ചൊക്കെ അതല്ല വേണ്ടേ? ഓർക്കില്ല ഒരു സന്തോഷം. അപ്പൊ എല്ലാരും ഈ സന്തോഷം സ്വീകരിക്കുകയാണ്. എല്ലാവർക്കും ഈ ദുന്യാവിന്റെ പത്രാസ് ആവശ്യമുണ്ട്. ദുന്യാവിന്റെ സുഖ സൗകര്യങ്ങൾ എല്ലാവർക്കും ആവശ്യമുണ്ട്. ദുന്യാവിനെ കെട്ടിപ്പിടിക്കുകയാണ്. പക്ഷേ ഈ ദുന്യാവിനെ കെട്ടിപ്പിടിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്, എക്കാലത്തും ഈ ദുന്യാവിനെ കെട്ടിപ്പിടിക്കാൻ നമുക്ക് കഴിയില്ല. ലോകത്തെ 800 കോടി മനുഷ്യരില് 140 കോടി 150 കോടി വിശ്വാസികള്, ആ വിശ്വാസികള് ലോകത്ത് മികച്ചു നിൽക്കുന്ന ബഹുഭൂരിപക്ഷമായി നിൽക്കുന്ന അവിശ്വാസികളുടെ സംസ്കാരങ്ങൾ വാരിപ്പുണരാൻ ഒരിക്കലും പറ്റില്ല. നമ്മളുടെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലും കാണുന്നത് അനാചാരങ്ങളാണ്, ഇസ്ലാമിനെതിരായ സംസ്കാരങ്ങളാണ്, മോശമായ കാര്യങ്ങളാണ്, ഹറാമുകളാണ്, അല്ലാഹു വിരോധിച്ച കാര്യങ്ങളാണ്. അത് തിരിച്ചറിയാൻ നാം തയ്യാറാകണം. ഇത് ഹറാമാണ്, ഇത് പാടില്ല, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്, എൻ്റെ വീട്ടിൽ ഉണ്ടാകരുത്, എൻ്റെ കല്യാണത്തിൽ ഉണ്ടാകരുത്, ഈ ഹറാമുകൾ എൻ്റെ ആഘോഷങ്ങളിൽ ഉണ്ടാകരുതെന്ന് ഓരോ വിശ്വാസിയും തീരുമാനിക്കുന്നത് എപ്പോഴാണ്? അന്നാണ് അവൻ ശരിയായ വിശ്വാസിയായി ജീവിക്കുന്നവൻ. തലയിൽ തലപ്പാവ് ധരിച്ചതുകൊണ്ടോ, ഇസ്ലാമിന്റെ ഡ്രസ് ധരിച്ചതുകൊണ്ടോ, മുസ്ലിമാണെന്ന് പറഞ്ഞതുകൊണ്ടോ, ഇസ്ലാമിന്റെ ആളുകളാണെന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. നമ്മളുടെ സ്വന്തം ജീവിതത്തിലും കുടുംബക്കാർക്കിടയിലും ഇസ്ലാം നടപ്പാക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനെ നമുക്ക് സാധിച്ചാൽ നമ്മൾ വിജയിച്ചു. അല്ലാഹു തആല നമുക്ക് വിജയം നൽകുമാറാകട്ടെ. അതിന് നമ്മള് ആമീൻ പറഞ്ഞാൽ മാത്രം പോരാ, ഒരുങ്ങണം.